എല്ലാവർക്കും വീണ്ടും ഏലേണിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോടൊപ്പം സൂരജാണ്. നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത് പോലീസ് എക്സാമുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന CPO, WCP, IRB എന്നീ എക്സാമുകൾക്ക്, പോലീസ് ഡ്രൈവർ എന്നീ എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ടോപ്പിക്സിനെ പറ്റിയുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ BNSന്റെ അഞ്ചാമത്തെ അധ്യായത്തിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഏറ്റവും അവസാനത്തെ പാർട്ട്, ലാസ്റ്റ് പാർട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇനി പഠിക്കാനുള്ളത് എന്നും ഏതൊക്കെ സെക്ഷനാണ് നമുക്ക് ഇനി കൂടുതലായിട്ട് നോക്കാനുള്ളതെന്നും നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 89 വരെയാണ് പഠിച്ചു വെച്ചിരുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 90 ആണ്. എന്താണ് സെക്ഷൻ 90 എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഗർഭം അലസിപ്പിക്കുന്നതിനെ പറ്റിയല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ചലിക്കുന്ന കുട്ടിയുള്ള അവസ്ഥയിൽ ഗർഭം അലസിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു, അതേപോലെ തന്നെ ഗർഭം അലസിപ്പിക്കുന്ന സമയത്ത് മരണം സംഭവിക്കുന്നതിനെ പറ്റിയൊക്കെയാണ് നമ്മൾ പഠിച്ചത്. നോക്കിയേ, ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കൃത്യം മരണത്തിൽ കലാശിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 90 ആണ്. കഴിഞ്ഞ വർഷത്തെ CPOക്ക് വേണ്ടി പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക്, അല്ലെ WCPക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ഡ്രൈവറിന് വേണ്ടിയോ ഒക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഒരു സെക്ഷൻ IPCക്കകത്ത് ഉണ്ടായിരുന്നു, നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെയും ഇത് പഠിക്കാനുണ്ട്. എന്താണെന്ന് നോക്കിയേ, സെക്ഷൻ 90 ആയിട്ടാണ് ഇത് മാറുന്നത്. നേരത്തെ സെക്ഷൻ അല്ല, IPC അല്ല. സെക്ഷൻ എവിടേക്ക് വന്നിരിക്കുന്നു? സെക്ഷൻ 90ലേക്ക് വന്നിരിക്കുന്നു. എന്താണെന്ന് നമുക്ക് നോക്കാം. എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കിയേ, ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കൃത്യം എന്തിൽ കലാശിക്കുന്നു? ആ സ്ത്രീയുടെ മരണത്തിൽ കലാശിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ ഒരു മരണം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? അതൊരു വലിയ കുറ്റമാണ്. അപ്പോൾ എന്തുണ്ടായിരിക്കും? ഇച്ചിരി വലിയ ശിക്ഷ ലഭിക്കുമായിരിക്കും. നോക്കിയേ, ഗർഭമുള്ള ഒരു സ്ത്രീയുടെ ഗർഭം അലസിപ്പിക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്ന കൃത്യം സമയത്ത് സ്ത്രീക്ക് മരണം സംഭവിക്കുന്നത്. ഇത്രയുള്ള സംഭവം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുള്ള ശിക്ഷകളെ പറ്റി നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ശിക്ഷ എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ശിക്ഷ 10 വർഷത്തേക്കുള്ള തടവ് ശിക്ഷയാണ്. എത്ര വർഷത്തേക്കാണ്? 10 വർഷത്തേക്കുള്ള തടവ് ശിക്ഷയാണ്. 10 വർഷത്തേക്കുള്ള തടവ് ശിക്ഷയാണ് ഇതിന് കിട്ടുന്നത്. അല്ലെങ്കിൽ സ്ത്രീയുടെ സമ്മതമില്ലാതാണ് ഇത് ചെയ്യുന്നതെങ്കിൽ, അപ്പൊ സ്ത്രീയുടെ സമ്മതത്തോടു കൂടി ഗർഭം അലസിപ്പിക്കുമ്പോൾ സ്ത്രീ മരിച്ചു പോയി കഴിഞ്ഞാൽ 10 വർഷം വരെയുള്ള തടവ് ശിക്ഷ ലഭിക്കുന്നു. എന്നാൽ സ്ത്രീയുടെ അനുവാദമില്ലാതെയാണ് ഈ ഒരു പ്രവൃത്തി ചെയ്തതെങ്കിൽ, അതായത് ഗർഭം അലസിപ്പിക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കുന്നു? എന്തായിരിക്കും ശിക്ഷ? ശിക്ഷയുടെ കാലാവധി എന്ത് ചെയ്തിരിക്കും? കൂടുതലായിരിക്കും. അപ്പോൾ എന്ത് പറയുന്നു? ചെയ്യുന്നതെങ്കിൽ എന്ത് ലഭിക്കുന്നു? ജീവപര്യന്തം ലഭിക്കുന്നു. എന്താണ് ജീവപര്യന്തം? അറിയാലോ ജീവപര്യന്തം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഒന്നുകിൽ സ്ത്രീയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് സ്ത്രീ മരണപ്പെടുകയാണെങ്കിൽ 10 വർഷം വരെയുള്ള തടവാണ് ലഭിക്കുന്നത്. എങ്കിൽ സ്ത്രീയുടെ അനുവാദമില്ലാതെയാണ് ഈ ഗർഭം അലസിപ്പിക്കുന്നത്, ആ സമയത്ത് സ്ത്രീ മരിച്ചു പോകുന്നതെങ്കിൽ കിട്ടുന്ന ശിക്ഷ എത്രയാണ്? ജീവപര്യന്തം തടവാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? 90 ആണ്. ഏതാണ്? സെക്ഷൻ 90 ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ സെക്ഷൻ 90 ആണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി നോക്കി അടുത്ത സെക്ഷനിലേക്ക് നമ്മൾ ചെല്ലുകയാണ്. സെക്ഷൻ 93. എന്താണ് സെക്ഷൻ 93ൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. സെക്ഷൻ 93ൽ പറയുന്നത് 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ, ശ്രദ്ധിച്ചോണേ, 12 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ മാതാവോ പിതാവോ അല്ലെങ്കിൽ കുട്ടിയുടെ സംരക്ഷണ ചുമതലയുള്ള ആളോ അരക്ഷിതാവസ്ഥയിൽ ഇട്ടിട്ട് പോകലും ഉപേക്ഷിക്കലും. പച്ച മലയാളത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ 12 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ, അപ്പോൾ എത്രാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയായിരിക്കും? 12 വയസ്സെന്ന് പറഞ്ഞാൽ 10 വയസ്സാകുമ്പോൾ 5ാം ക്ലാസ്സിൽ, 11 വയസ്സാകുമ്പോൾ 6ാം ക്ലാസ്സിൽ, 12 വയസ്സാകുമ്പോൾ 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ എന്ന് ശ്രദ്ധിക്കുക. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ അതിന്റെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അതിനെ സംരക്ഷിക്കുന്ന ആരാണെങ്കിലും അവർ കളഞ്ഞിട്ട് പോവുകയാണ്. അതിനെ സംരക്ഷിക്കാതെ എവിടെങ്കിലും കൊണ്ട്, സുരക്ഷിതമല്ലാത്ത ഏതെങ്കിലും ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഒരു പ്രദേശത്തോ എവിടെങ്കിലും കൊണ്ട് കളഞ്ഞിട്ട് പോകുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന, അതിനുള്ള ശിക്ഷകളെ പറ്റി പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണ്? സെക്ഷൻ 93 കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ സെക്ഷൻ 93 എന്താണ് പറയുന്നത്? 12 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു? അരക്ഷിതാവസ്ഥയിൽ കളഞ്ഞിട്ട് പോകുന്നു. അച്ഛനോ അമ്മയോ അതിനെ കുട്ടിയെ സംരക്ഷിക്കുന്ന ആരെങ്കിലും എന്ത് ചെയ്യുകയാണ്? അതിനെ കളഞ്ഞിട്ട് പോവുകയാണ്. അതിനെ സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയയിലേക്ക് കൊണ്ട് ഇട്ടിട്ട് പോവുകയാണെങ്കിൽ അതിനെ പറ്റി പ്രതിപാദിക്കുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന BNSലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ഏതാണ്? സെക്ഷൻ 93
93 കിട്ടിയല്ലോ, കളഞ്ഞിട്ട് പോകത്തില്ലല്ലോ, ഉള്ളിൽ കയറി കിടപ്പുണ്ടല്ലോ. അപ്പോൾ സെക്ഷൻ 93 12 വയസ്സിന് താഴെ. ഓക്കെ, എന്താണെന്ന് നോക്കാം അതിന്റെ ശിക്ഷകളെ പറ്റി. ഒരു കുട്ടിയെ ഉപേക്ഷിച്ചു പോകുന്ന മാതാപിതാക്കൾക്കോ സംരക്ഷണ ചുമതലയുള്ള ആൾക്കോ ലഭിക്കുന്ന ശിക്ഷ. അപ്പോൾ കുട്ടിയെ കൊണ്ട് കളഞ്ഞിട്ട് പോയി, ആ കുട്ടിയെ കളഞ്ഞിട്ട് പോകുമ്പോൾ അതിനെ കളഞ്ഞിട്ട് പോയ അച്ഛനോ അമ്മയ്ക്കോ കിട്ടുന്ന ശിക്ഷയെ പറ്റി പ്രതിപാദിക്കുന്നു. 7 വർഷത്തെ തടവോ പിഴയോ ലഭിക്കുന്നു. എത്ര വർഷമാണ്? 7 വർഷമാണ്. എത്ര വർഷമാണ്? 7 വർഷം തടവ്. 7 വർഷം തടവും പിഴയും കിട്ടുന്നു. അപ്പോൾ സംഭവം മനസ്സിലായല്ലോ. ഇങ്ങനെ കുട്ടിയെ സുരക്ഷിതമല്ലാത്ത ഒരു ഏരിയയിൽ കൊണ്ട് കളഞ്ഞിട്ട് പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അങ്ങനെ കളഞ്ഞിട്ട് പോകുന്ന അച്ഛനായാലും അമ്മയായാലും അതിനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന വേറെ ആരെങ്കിലും ആണെങ്കിലും അവർക്കുള്ള ശിക്ഷ ഏതാണ്? 7 വർഷം വരെയുള്ള തടവും പിഴയും ലഭിക്കുന്നു. കാര്യം കിട്ടിയല്ലോ, മറന്നു പോകത്തില്ലല്ലോ. ഓക്കെ ആണേ. ഓക്കെ, അടുത്ത സെക്ഷൻ ഏതാണ്? സെക്ഷൻ 94 ആണ്. എന്താണ് നമുക്ക് നോക്കാം. 94 മൃതദേഹം രഹസ്യമായി കൈയൊഴിയുന്നതിന് വേണ്ടി ജനനം ഒളിച്ചു വെക്കുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. ഒരുപാട് വാർത്തകൾ നമ്മൾ കണ്ടായിരുന്നല്ലേ. ഒരു കുട്ടി ജനിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ കുഞ്ഞിന്റെ ജനനം ഒളിച്ചു വെക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ആ കുട്ടിയുടെ ജനനം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി അതിനെ എന്ത് ചെയ്യുന്നു? മൃതശരീരവും മറ്റും എന്ത് ചെയ്യുന്നു? ഒളിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ആരും അറിയാതെ മറവ് ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്നത് ഏതാണ്? സെക്ഷൻ 94 നോക്കിയേ. ഒരു കുട്ടിയുടെ മൃതദേഹം ആ കുട്ടി മരിച്ചത് പിറന്നതിന് മുമ്പോ പിറന്നതിന് ശേഷമോ പിറന്നുകൊണ്ടിരിക്കുമ്പോഴോ ആയാലും, നോക്കിയേ, ഒരു കുട്ടിയുടെ മൃതദേഹം ആ കുട്ടി മരിച്ചത് പിറന്നതിന് മുമ്പോ പിറന്നതിന് ശേഷമോ പിറന്നുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും എന്താണ് ആയാലും എന്ന് പറയുന്നു. ആ മൃതദേഹം, അപ്പോൾ കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് ആ കുഞ്ഞ് ആ മാതാവിന്റെ വയറ്റിൽ വെച്ച് തന്നെ മരിച്ചതാണ്, അല്ലെങ്കിൽ അത് പിറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മരിക്കുന്നത്, അല്ലെങ്കിൽ പിറന്നതിന് ശേഷമാണ് മരിക്കുന്നത്. ഈ 3 സാഹചര്യം ഏതായാലും എന്തു സംഭവിക്കുന്നു? ആ മൃതദേഹം രഹസ്യമായി കുഴിച്ചിടുകയോ മറ്റു വിധത്തിൽ രഹസ്യമായി കൈയൊഴിയുന്നതോ ചെയ്യുന്നത് വഴി ആ കുട്ടിയുടെ ജനനം മനഃപൂർവ്വം ഒളിച്ചു വെക്കുകയോ ഒളിച്ചു വെക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റക്കാരനാണെന്ന് പറയുന്നു. മനസ്സിലായല്ലോ സംഭവം. ഒരു കുഞ്ഞ് ജനിക്കുന്നു, ആ കുഞ്ഞിന്റെ ജനനം ആ ജനിക്കുന്ന സമയത്ത് മരിച്ചാണ് അത് ജനിച്ചത്, അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് ജനിക്കുന്ന സമയത്താണ് മരിച്ചത്, അല്ലെങ്കിൽ ജനിച്ചതിന് ശേഷമാണ് മരിക്കുന്നത്. ഈ 3 സാഹചര്യത്തിൽ ഏതായാലും കുട്ടി മരിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിയുടെ ജനനം ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടി ആരും അറിയാതെ ആ കുഞ്ഞിന്റെ മൃതദേഹം എന്ത് ചെയ്യുന്നു? കുഴിച്ചിടുന്നത്, അല്ലെങ്കിൽ അടക്കം ചെയ്യുന്നതോ, അല്ലെങ്കിൽ മറ്റു വിധത്തിൽ എങ്ങനെയെങ്കിലും അതിനെ ഒളിപ്പിച്ചു വെക്കുന്നതോ, അതായത് എവിടെയെങ്കിലും കൊണ്ട് കളയുക. വാർത്തക്കകത്തൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, സെപ്റ്റി ടാങ്കിൽ നിന്ന് മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു, ചപ്പു ചവറുകൾക്കിടയിൽ കൊണ്ട് കളഞ്ഞിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടില്ലേ. ആ രീതിയിലൊക്കെ ചെയ്യുന്നത് എന്താണ്? ENS പറയുന്നു കുറ്റകരമാണെന്ന് പറയുന്നു. നോക്കിയേ, ഇതിന് ശിക്ഷ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാർക്കുള്ള ശിക്ഷ 2 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുന്നു. നോക്കിയേ, 2 വർഷത്തെ തടവോ പിഴയോ അല്ലെങ്കിൽ ഇവ രണ്ടും ലഭിക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഓർത്തിരിക്കുക. സംഭവം മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്ന സെക്ഷൻ ഏതായിരുന്നു? സെക്ഷൻ 94 ആണ്. എന്താണ്? മൃതദേഹം രഹസ്യമായി കൈയൊഴിയുന്നതിനെ പറ്റിയും ജനനം ഒളിപ്പിച്ചു വെക്കുന്നതിനെ പറ്റിയും പ്രതിപാദിക്കുന്നു. ഒരു കുഞ്ഞ് ജനിച്ചു, ആ കുഞ്ഞിന്റെ ജനനം ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി ആ കുട്ടി മരിച്ചു പോയതാണ്. മരിച്ചുപോയ സമയത്ത് ആ കുട്ടി ജനിച്ചത് അറിയിക്കാതിരിക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? മൃതദേഹം ഒളിപ്പിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ ആരും അറിയാതെ മറവ് ചെയ്യുന്നു. ഇത് കുറ്റകരമാണെന്ന് പറയുന്ന BNS വകുപ്പ് സെക്ഷൻ 94. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എന്ത് ശിക്ഷ എത്രയാണെന്ന് ഓർത്തിരിക്കുക. 2 വർഷമാണ് അതിന്റെ ശിക്ഷ. പിഴയും ലഭിക്കാവുന്നതാണ്. ഇനി അടുത്ത ഏതാണ് സെക്ഷൻ? സെക്ഷൻ 95 ആണ്. ഏതാണ്? സെക്ഷൻ 95. എന്താണ് സെക്ഷൻ 95 പറയുന്നത്? നോക്കിയേ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ ജോലിക്ക് എടുക്കുകയോ ഏർപ്പാടാക്കുകയോ ചെയ്യുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ നമ്മൾ അധ്യായം 5 എന്താ പഠിക്കുന്നതെന്ന് അറിയാലോ. സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമത്തെ പറ്റിയാണ് പഠിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ആരെ പറ്റി പറയുന്നത്? കുട്ടികളെ പറ്റി പറയുന്നത്. നോക്കിയേ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി, എന്തെങ്കിലും ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുകയോ ജോലിക്ക് എടുക്കുകയോ ഏർപ്പാടാക്കുകയോ ചെയ്യുന്നതിനെ പറ്റി പറയുന്ന സെക്ഷൻ 95. ശിക്ഷ, ഇങ്ങനെ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കിട്ടുന്ന ശിക്ഷ, അതായത് എന്തെങ്കിലും ഒരു കുറ്റം ചെയ്യാൻ വേണ്ടി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്ന, അവന് പൈസ കൊടുക്കാം, ഇത്ര ലക്ഷം രൂപ അല്ലെങ്കിൽ ഇത്ര 1000 രൂപ തരാം, അല്ലെങ്കിൽ നിനക്ക് ഒരു ബൈക്ക് തരാം എന്ന് പറഞ്ഞ് വാടകയ്ക്ക് എടുക്കുകയാണ്. വാടകയ്ക്ക് എടുക്കുമ്പോൾ ആ കുട്ടിയും കൊണ്ട് അത് കുറ്റം ചെയ്യിക്കാൻ, അല്ലെങ്കിൽ എന്താണ് വിലക്കെടുക്കുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. ഇതിനുള്ള ശിക്ഷ എന്താണ്? സെക്ഷൻ 95 പ്രകാരം
3 വർഷത്തിൽ കുറയാത്തതും ശ്രദ്ധിച്ചോടെ 3 വർഷത്തിൽ കുറയാത്തതും 10 വർഷത്തോളം ആകുന്നതുമായ തടവും പിഴയുമാണ്. മിനിമം എത്ര കിട്ടിയിരിക്കും? മിനിമം എത്രയാണ്? 3 വർഷവും മാക്സിമം എത്രയാണ്? 10 വർഷവുമാണ് ഇതിന് ശിക്ഷ കിട്ടുന്നത്. അതായത് മിനിമം 3 വർഷത്തിൽ താഴേക്ക് ഇതിന്റെ എന്ത് വരത്തില്ല? തടവ് ശിക്ഷ വരത്തില്ല. പക്ഷേ മാക്സിമം എത്രയും വരെ പോകുന്നു? 10 വർഷം വരെ പോകുന്നു. ഇതിനിടയിലുള്ള ഏത് വർഷമായാലും എന്ത് കൊടുക്കാൻ പറ്റും? കോടതിക്ക് ശിക്ഷ നൽകാൻ കഴിയും എന്നതുകൂടെ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ നോക്കിയേ, ലൈംഗികതയ്ക്ക് വേണ്ടി കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്നതും ഇതിന്റെ പരിധിയിൽ വരുന്നു. ശ്രദ്ധിച്ചോണേ, ആ ഒരു കാര്യം ഓർത്തോണേ. ലൈംഗികതയ്ക്ക് വേണ്ടി കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്നതും എന്തിനകത്തിൽ വരുന്നു? അതും സെക്ഷൻ 95 പറയുന്നു എന്ന് ഓർത്തിരിക്കുക. കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്നത് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനാണ് കേട്ടോ, ഒരു കുറ്റകൃത്യം ചെയ്യുന്നതിനായി. അപ്പൊ നമുക്കറിയാം 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് ലൈംഗിക വാഴ്ചകൾ ചെയ്യുന്നത് എന്താണ്? കുറ്റകൃത്യമാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ലൈംഗികതയ്ക്ക് വേണ്ടി ഒരു കുട്ടിയെ വാടകയ്ക്ക് എടുക്കുന്നതും എന്താണ്? കുറ്റകൃത്യമാണെന്ന് പ്രതിപാദിക്കുന്നു എന്ന് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ കാര്യം? അപ്പോൾ നമുക്ക് നോക്കാം അടുത്തത് എന്താ പറയുന്നത്. സെക്ഷൻ 96 എന്ത് പറയുന്നു? പ്രൊക്രിയേഷൻ ഓഫ് ചൈൽഡ്, കുട്ടിയെ സമ്പാദിച്ചു കൊടുക്കുക എന്നാണ് പറയുന്നത്. കുട്ടിയെ സമ്പാദിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിന് ഏത് പേരിൽ അറിയപ്പെടുന്നത്? നമ്മള് ഈ സമ്പാദിച്ചു കൊടുക്കുക എന്നൊക്കെ പറയുന്നെങ്കിലും നമ്മൾ പറയത്തില്ലേ, കൂട്ടിക്കൊടുക്കുക എന്നൊക്കെ പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, ആ ഒരു വാക്കാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു കുട്ടിയെ മറ്റൊരാളുമായുള്ള അവിഹിത സംഘത്തിന് നിർബന്ധിക്കുകയോ പ്രലോഭിക്കുകയോ കൂടാതെ ആ കുട്ടി ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകുന്നതിനോ ഏതെങ്കിലും കൃത്യം ചെയ്യുന്നതിനോ പ്രേരിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശിക്ഷ ലഭിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു എന്ന് ഓർത്തിരിക്കുക. ഒരു കുട്ടിയെ മറ്റൊരാളുമായുള്ള അവിഹിത ബന്ധത്തിന് നിർബന്ധിക്കുന്നതോ പ്രലോഭിപ്പിക്കുകയോ കൂടാതെ ആ കുട്ടിയെ ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് പോകുന്നതിനോ ഏതെങ്കിലും കൃത്യം ചെയ്യുന്നതിനോ പ്രേരിപ്പിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശിക്ഷ ലഭിക്കുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്ന സെക്ഷനാണ് 96 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നിങ്ങൾ ആ ചാർലി സിനിമ കണ്ടിട്ടില്ലേ? ചാർലി സിനിമ, അതിനകത്തില് നമ്മുടെ കൽപ്പന ചേച്ചിയുടെ മകളായ കൊണ്ടുവന്ന് കണ്ടിട്ടില്ല, ലോഡ്ജ് മുറിയിലേക്കൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നത്. അപ്പം കുട്ടിയെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കൊടുക്കുന്ന വേറൊരാൾക്ക് മുന്നിലേക്ക് എന്ത് ചെയ്യുകയാണ്? വിൽക്കാൻ ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ എന്താണ്? കുട്ടിയെ മറ്റൊരാളുമായി അവിഹിത ബന്ധത്തിന് വേണ്ടി വിടുകയാണ്, പ്രലോഭിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ പറഞ്ഞു വിടുന്നത്. അതൊക്കെ ഏതിനകത്തിൽ വരുന്നു? സെക്ഷൻ 96 വരുന്നു. ശിക്ഷ എന്തായിരിക്കും നോക്കിയേ? ചെറിയ ശിക്ഷ വല്ലതുമായിരിക്കും കിട്ടുന്നത്? അല്ല, നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. എവിടെ വരെ പോകാം? 10 വർഷമാണെന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കുക. അപ്പോൾ എത്ര വർഷമാണ്? 10 വർഷമാണെന്ന് നമ്മൾ ഓർത്തു വെച്ചിരിക്കണം. കാരണം ഇത് ചെറിയ രീതിയിലുള്ള ഒരു വകുപ്പല്ല. അപ്പോൾ എവിടെ പോകും? ഇച്ചിരി കൂടുതൽ ശിക്ഷ ലഭിക്കും എന്നത് ഓർത്തു വെച്ചായിരിക്കും. അപ്പോൾ എത്രയാണ്? 10 വർഷമാണ്. കൂടാതെ ജാമ്യം ലഭിക്കാത്ത കേസാണ്. സംശയം വല്ലതും ഉണ്ടോ? ജാമ്യം ലഭിക്കുമോ? ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഒരിക്കലും കിട്ടത്തില്ല. അപ്പോൾ ജാമ്യം ലഭിക്കാത്ത കേസ് കൂടിയാണ്. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? വാറന്റ് കൂടാതെ അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായ വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 96. ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം, അടുത്ത സെക്ഷനിലേക്ക് പോകാം. എന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. സെക്ഷൻ 97 ആണ്. 96 താഴെ അടുത്ത സെക്ഷൻ 97 എന്താണെന്ന് നോക്കിയേ. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്തു നിന്നും എന്തെങ്കിലും മോഷ്ടിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആൾമോഷണമോ ആളപഹരണമോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് പറയുന്നു. വലിയൊരു വാർത്ത നമ്മൾ കണ്ടായിരുന്നല്ലോ അല്ലെ? 2 വർഷം മുന്നേ ആണെന്ന് തോന്നുന്നു. നമ്മുടെ ഓയൂരിൽ നിന്നും ഒരു കുട്ടിയെ തട്ടിക്കൊണ്ട് പോയെന്നൊക്കെ പറഞ്ഞ് വലിയ വാർത്തയല്ലായിരുന്നു ഓയൂരിൽ നിന്നും. അത് അവസാനം പിറ്റേ ദിവസം അതിനെ നമ്മുടെ കൊല്ലം ആശ്രമം മൈതാനത്ത് കൊണ്ട് കളഞ്ഞിട്ട് പോയില്ലേ? അവര് കളഞ്ഞിട്ട് പോയ കഥയൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്. ആ ഒരു വകുപ്പായിട്ട് നമുക്കിത് ഓർക്കാം. ഒരു കുട്ടിയെ അതിന് ദേഹത്തുള്ള സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടിക്കുവാൻ വേണ്ടി തട്ടിയെടുത്തുകൊണ്ട് പോയതിനു ശേഷം അപ്പോൾ ഓർത്തിരിക്കുക, പത്തനംതിട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു കുട്ടിയെ 10 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ അതിന് ദേഹത്ത് സ്വർണ്ണമാലയുണ്ട്, കമ്മലുണ്ട്, വളയുണ്ട്, കൊലുസുണ്ടെന്നൊക്കെ കരുതുക. നല്ല വിലപിടിപ്പുള്ളതാണ്. അപ്പോൾ അത് മോഷ്ടിക്കാൻ വേണ്ടി അത് എടുക്കുന്നതിന് വേണ്ടി ആ കുട്ടി എന്ത് ചെയ്യുന്നു? അവിടെ നിന്ന് പത്തനംതിട്ട സ്റ്റാൻഡിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു, വണ്ടിക്കകത്ത് കയറ്റിക്കൊണ്ട് പോകുന്നു. അതിനുശേഷം അതിന്റെ ദേഹത്തുള്ള ആഭരണങ്ങൾ മുഴുവൻ ഊരിയെടുത്തതിനു ശേഷം എവിടെങ്കിലും ആ തൊട്ട് ഒരു 10 കിലോമീറ്റർ അപ്പുറത്ത് എവിടെങ്കിലും കൊണ്ട് എന്ത് ചെയ്യുന്നു? കളഞ്ഞിട്ട് പോകുന്നു. അല്ലെങ്കിൽ തിരുവല്ലയിലോ അല്ലെങ്കിൽ നമ്മുടെ അടൂരോ ഇവിടെ എവിടെയെങ്കിലും ഒക്കെ എന്ത് ചെയ്യുന്നു? കൊണ്ട് തിരിച്ചു വിട്ടിട്ട് പോകുന്നു. ഇതെന്താണ്? കുറ്റമാണ്. ആ കുട്ടിയുടെ ദേഹത്തുള്ള ആഭരണങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നു? മോഷ്ടിച്ചെടുത്തിരിക്കുന്നു. അതാണ് ഈ 10 പറയുന്നത്. 10 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടിയെ അതിന്റെ ദേഹത്തു നിന്നും എന്തെങ്കിലും
മോഷ്ടിക്കപ്പെടണമെന്ന ഉദ്ദേശത്തോടു കൂടി ആൾമോഷണമോ ആളപഹരണമോ ചെയ്യുന്നത്. കാര്യം മനസ്സിലായല്ലോ? രണ്ടോ കാര്യങ്ങൾ മനസ്സിലായല്ലോ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ മറ്റു കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കോ. ഇഷ്ടം പോലെ വാർത്തകളിലൊക്കെ നിങ്ങൾ കാണുന്നതാണ്. എന്റെ ഉള്ളിൽ വന്ന ഒരു ഉദാഹരണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഒരു കുട്ടിയെ എന്ത് ചെയ്തിരുന്നു? കിഡ്നാപ്പ് ചെയ്തു. കിഡ്നാപ്പ് ചെയ്തത് എന്തിനു വേണ്ടിയാണ്? അതിന് ദേഹത്തുള്ള ആഭരണങ്ങൾ മോഷ്ടിച്ചെടുക്കുന്നതിന് വേണ്ടിയാണ്. മോഷ്ടിച്ചെടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു? അതിനെ കൊണ്ട് വേറെ എവിടെയെങ്കിലും കളയുന്നു. ആ ഒരു കുട്ടിയുടെ ദേഹത്തുള്ള എല്ലാ ആഭരണങ്ങളും മോഷ്ടിച്ചതിന് ശേഷമാണ് കുട്ടിയെ കളഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു പ്രതിക്ക്, അങ്ങനെ ചെയ്യുന്ന പ്രതികൾക്കെതിരെ ചുമത്തുന്ന വകുപ്പാണ് സെക്ഷൻ 97 എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നോക്കിയേ, കുട്ടിയുടെ ദേഹത്തുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കണം അല്ലെങ്കിൽ എടുക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി കുട്ടിയെ കടത്തിക്കൊണ്ടു പോകുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം പറഞ്ഞ കാര്യം തന്നെയാണ്. ശിക്ഷ, ഇങ്ങനെ ചെയ്യുന്ന ആൾക്ക് കിട്ടുന്ന ശിക്ഷ എന്തായിരിക്കും? ശിക്ഷ നോക്കിയേ, 7 വർഷത്തെ തടവും പിഴയുമാണ്. എന്താണ്? 7 വർഷമാണ്. 7 വർഷം തടവാണ്. 7 വർഷം തടവും പിഴയും ലഭിക്കുന്നു. എന്ത് കിട്ടത്തില്ല? ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്. 10 വയസ്സിന് താഴെയുള്ള കുട്ടിയെ അടിച്ചുകൊണ്ട് പോവുക അല്ലെങ്കിൽ തട്ടിക്കൊണ്ട് പോവുക, അതിന് എന്ത് കിട്ടത്തില്ല? ജാമ്യം കിട്ടത്തില്ല. നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകുന്ന ഒരു വകുപ്പ് കൂടിയാണ് അത്. ഓർത്തു വെച്ചിരിക്കുക. ഇനി ഏതാ നോക്കിയേ, സെക്ഷൻ 98. സെക്ഷൻ 98 എന്തിനെ കുറിച്ചാണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. കുട്ടിയെ വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി വിൽക്കുന്നത്. കുട്ടിയെ എന്ത് ചെയ്യുകയാണ്? വേശ്യാവൃത്തിക്കും മറ്റും വേണ്ടി എന്ത് ചെയ്യുന്നു? വിറ്റ് കളയുകയാണ്. എന്താണ് നോക്കിയേ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ലൈംഗികപരമായി ഉപയോഗിക്കാൻ വേണ്ടി കൈമാറ്റം ചെയ്യുന്നതിനെ പറ്റി പ്രതിപാദിക്കുന്നു. അപ്പോൾ വളരെ വ്യക്തമായിട്ടുള്ള ഒരു സെക്ഷനാണ്. വളരെ ഈസി ആയിട്ട് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ധാരാളം കേസുകളെ പറ്റി നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ്? ഒരു കുട്ടിയെ അതിനെ എന്തിനു വേണ്ടിയാണ്? വേശ്യാവൃത്തിക്ക് വേണ്ടി വിൽക്കുകയാണ്. അപ്പോൾ ഒരു വേശ്യാലയത്തിലേക്ക് അതിനെ വിൽക്കുകയാണ്, വലിയ കാശ് മേടിച്ച് അതിനെ വിൽക്കുകയാണ്. അങ്ങനെ വിറ്റതിനെ പറ്റി ആരെങ്കിലും കേസ് കൊടുക്കുക അല്ലെങ്കിൽ പോലീസിന് വിവരം കിട്ടി അല്ലെങ്കിൽ പോലീസ് അന്വേഷിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ അതിനെപ്പറ്റി പ്രതിപാദിപ്പിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? സെക്ഷൻ 98 ആണ്. ഏതാണ്? 98 ആണ്. മനസ്സിലായല്ലോ? സംഭവം മനസ്സിലായല്ലോ? അപ്പോൾ കൃത്യമായിട്ട് കിട്ടുമല്ലോ. അപ്പോൾ ഇതിനുള്ള ശിക്ഷ നോക്കിയേ, 10 വർഷത്തെ തടവും പിഴയും ലഭിക്കുന്നു. എന്താണ്? 10 വർഷത്തെ തടവും പിഴയും ലഭിക്കുന്ന ശിക്ഷയാണ്, കുറ്റമാണ് ഇതെന്ന് പറയുന്നത്. കൂടാതെ ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്. ജാമ്യം അനുവദിക്കാത്ത കുറ്റം കൂടിയാണ്. 18 വയസ്സിന് താഴെയാണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് പോക്സോയെ പറ്റി അല്ലേ? അപ്പം 18 വയസ്സിന് താഴെ ആയതുകൊണ്ട് എന്ത് കിട്ടത്തില്ല? ജാമ്യം അനുവദിക്കാത്ത കുറ്റം കൂടിയാണ്. പോലീസിന് വാറന്റ് കൂടാതെ പ്രതികളെ എന്ത് ചെയ്യാൻ കഴിയുന്നു? അറസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള വകുപ്പാണെന്നും ഓർത്തിരിക്കുക. ഇനി സെക്ഷൻ 99 ആണ്. അപ്പോൾ 98 നമുക്കറിയാം, 18 വയസ്സിന് താഴെയുള്ള കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? വിൽക്കുന്നതാണ് 98 പറയുന്നതെങ്കിൽ 99 നോക്കിയേ, കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങുന്നതിനെ പറ്റി പറയുന്നു. ഒരു കുട്ടിയെ വേശ്യാവൃത്തിക്ക് വേണ്ടി പണം കൊടുത്ത് വാങ്ങുന്നത് കുറ്റകരമാണെന്ന് പ്രതിപാദിക്കുന്ന BNS വകുപ്പ് 99. 98 എന്താണ്? വിൽക്കുന്നു. ഇതെന്താണ്? 99 വാങ്ങലാണ്. അപ്പോൾ മറ്റേത് വിൽക്കും, ഇത് എന്ത് ചെയ്യുന്നു? വാങ്ങുന്നതിനെ പറ്റി പറയുന്നു. നോക്കിയേ, 18 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയെ വിലയ്ക്ക് വാങ്ങുകയോ കൂലിക്കെടുക്കുകയോ മറ്റു വിധത്തിൽ കൈവശമാക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയും കുറ്റക്കാരനാണെന്ന് പ്രതിപാദിക്കുന്ന വകുപ്പാണ് ഏതെന്ന് പറയുന്നത് സെക്ഷൻ 99. 18 വയസ്സിന് താഴെയുള്ള ഒരു കുട്ടിയെ ഏതൊരു ആവശ്യത്തിന് വേണ്ടി, ലൈംഗിക ആവശ്യത്തിന്, വേശ്യാവൃത്തിക്കോ മറ്റ് എന്ത് കാര്യത്തിന് വേണ്ടിയും എന്ത് ചെയ്യുന്നു? വിലയ്ക്ക് വാങ്ങുന്ന വ്യക്തി എന്താണ്? കുറ്റക്കാരനാണ്. അവന് പണി കിട്ടും എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക. നമ്മുടെ നിയമപ്രകാരം എന്താണ് കിട്ടുന്നത് നമുക്ക് നോക്കാം. 7 വർഷത്തിൽ കുറയാത്തതും 14 വർഷത്തോളം ആകുന്നതുമായ തടവ് ശിക്ഷ ലഭിക്കുന്നു. അപ്പോൾ മിനിമം എത്രയാണ്? മിനിമം 7 വർഷവും മാക്സിമം എത്രയാണ്? 14 വർഷവും വരെ എന്ത് കിട്ടാൻ സാധ്യതയുണ്ട്? തടവ് ശിക്ഷ കിട്ടാൻ സാധ്യതയുള്ള വകുപ്പ് കൂടിയാണെന്ന് ഓർത്തിരിക്കുക. ജാമ്യം അനുവദിക്കാത്ത കുറ്റമാണ്. പോലീസിന് വാറന്റ് കൂടാതെ തന്നെ എന്ത് ചെയ്യാനും കഴിയുന്നുണ്ട്? അറസ്റ്റ് ചെയ്യാനും കഴിയുന്നുണ്ട് എന്ന് നിങ്ങൾ ആലോചിച്ചിരിക്കുക. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ സെക്ഷൻ 99, 98 അപ്പോൾ ആ കാര്യം നിങ്ങൾ നന്നായിട്ട് ഓർത്തിരിക്കുക. 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നു? വേശ്യാവൃത്തിക്കോ മറ്റ് ലൈംഗിക വാഴ്ചകൾക്കോ വേണ്ടി വിൽക്കുന്നതും
വാങ്ങുന്നതിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. 98ഉം 99ഉം എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അപ്പോൾ ഈ ഒരു വകുപ്പ് ഇത്രയുമാണ് നമ്മളുടെ സ്ത്രീകൾക്കും കുട്ടികൾക്കും എതിരെയുള്ള അതിക്രമങ്ങളെ പറ്റി നമ്മുടെ BNSന്റെ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത അധ്യായത്തിലേക്കാണ് നമ്മൾ പോകേണ്ടത്. അപ്പോൾ 5ാമത്തെ അധ്യായം നമ്മൾ ഇവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസവും നമ്മൾ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ പറഞ്ഞായിരുന്നു വീഡിയോയുടെ കണ്ടിന്യൂറ്റിയെ കുറിച്ച്. അപ്പോൾ അന്ന് നമുക്ക് കണ്ടിന്യൂറ്റി മുടങ്ങാനുള്ള കാരണം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞായിരുന്നു. നമുക്ക് ചെറിയൊരു അപ്ഡേഷൻ ഉണ്ടായിരുന്നു. ആ അപ്ഡേഷൻ കാരണമാണ് നമുക്ക് വീഡിയോ വരാഞ്ഞത്. ഇനി മുതൽ ആ ഒരു തടസ്സം ഉണ്ടാകത്തില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കൃത്യമായിട്ട് ഇനി വീഡിയോകൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നതായിരിക്കും. മിനിമം 3 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ എല്ലാ വീഡിയോകളും കൃത്യമായിട്ട് ഇനി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ബന്ധുക്കളിലേക്കും അനിയന്മാരിലേക്കും എല്ലാവരിലേക്കും നമ്മുടെ വീഡിയോ എത്തിക്കുക. നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മുടെ ക്ലാസ്സുകൾ നിങ്ങൾ കൃത്യമായിട്ട് കാണുക. അടുത്ത ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം ഞാൻ എത്തുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി.